ജീവിതത്തിൽ പലരും ഒന്നുമില്ലാതെ കടന്നു പോകുന്നു. അതിനാൽ നിങ്ങളുടെ കയ്യിലുള്ളതിനെ ചേർത്ത് പിടിക്കുക. അതിൽ നന്ദിയുള്ളവരായിരിക്കുക. നമ്മളെക്കാൾ മനോഹരമായി സ്നേഹിക്കാൻ കഴിയുന്ന മറ്റൊരാളും ഈ ഭൂമിയിലില്ല. ആളുകൾ എന്ത് വിചാരിക്കും എന്നതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും ആകുലപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും സന്തോഷിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ സാഹചര്യത്തെ മാറ്റാൻ കഴിയൂ. അതുകൊണ്ട് ഒന്നിനെയും ആരെയും കുറ്റപ്പെടുത്തരുത്. ഒരിക്കലും ഒരാളെയും പൂർണ്ണമായി മനസ്സിലാക്കിയെന്ന് വിചാരിക്കരുത്. എത്രയൊക്കെ പ്രിയപ്പെട്ടവർ ആണെങ്കിലും അവസ്ഥയോ സാഹചര്യമോ മാറുമ്പോൾ അവരുടെ മറ്റൊരു മുഖം കൂടി കാണേണ്ടി വന്നേക്കാം. നിങ്ങളുടെ സന്തോഷം നിങ്ങൾ വളർത്തിയെടുക്കുന്ന മനസ്സിനെ ആശ്രയിച്ചിരിക്കുന്നു. നിത്യവും സന്തോഷകരമായി ചിന്തിക്കാൻ ശീലിക്കുക. ക്ഷമയോടെ കാത്തിരിക്കാനാണ് ആദ്യം പഠിക്കേണ്ടത്. കാരണം എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട്. നമ്മൾ മറ്റുള്ളവരോട് മത്സരിക്കുന്നതിന് പകരം നമ്മളോട് തന്നെയാണ് മത്സരിക്കേണ്ടത്. ജീവിതത്തിൽ നിങ്ങൾ ആരെയാണ് കണ്ടുമുട്ടുന്നതെന്ന് കാലം തീരുമാനിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആരെ വേണമെന്ന് നിങ്ങളുടെ ഹൃദയം തീരുമാനിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആരാണ് തുടരേണ്ടത് എന്ന് നിങ്ങളുടെ പെരുമാറ്റം തീരുമാനിക്കുന്നു. യുവത്വത്തിൻ്റെ വീക്ഷണകോണിൽ ജീവിതം ഒരു അനന്തമായ ഭാവിയാണ്. എന്നാൽ വാർദ്ധക്യത്തിൻ്റെ വീക്ഷണകോണിൽ അത് വളരെ ചെറിയൊരു ഭൂതകാലമാണ്. നിങ്ങൾ എന്തെങ്കിലും പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ പരാജയത്തെ ഭയപ്പെടരുത്. അത് ഉപേക്ഷിക്കരുത്. ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ആളുകൾ ഏറ്റവും സന്തുഷ്ടരാണ്. മനോഹരമായ മുഖം എല്ലായിടത്തുമുണ്ട്. എന്നാൽ മനോഹരമായ ഹൃദയം ഈ ദിവസങ്ങളിൽ കണ്ടെത്താൻ പ്രയാസമാണ്. എല്ലാവരെയും സ്നേഹിക്കുക. കുറച്ചുപേരെ വിശ്വസിക്കുക. എല്ലാം യാഥാർത്ഥ്യമാണ്. എന്നാൽ എല്ലാവരും സത്യസന്ധരല്ല. കുറവുകളിലും അപൂർണതകളിലും വിഷമിക്കേണ്ടതില്ല. ആരും പൂർണ്ണരല്ല. നമ്മുടെ മനസ്സമാധാനത്തിന് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ പേരിൽ ആരുടെയും അഭിപ്രായം തേടേണ്ടതില്ല. നമ്മുടെ വിഷമങ്ങളും ദേഷ്യവും ആവശ്യമില്ലാത്ത ചിന്തകളും മനസ്സിൽ നിന്നും മാറ്റിവെച്ചാൽ പകുതി പ്രശ്നങ്ങളും ഇല്ലാതാകും. മനസ്സിനെ ശാന്തമാക്കി വയ്ക്കുക. പ്രശ്നങ്ങൾ ലഘൂകരിക്കപ്പെടും. സത്യം എത്ര വേദനാജനകമാണെങ്കിലും ഒരു ധൈര്യശാലിയായ മനുഷ്യൻ സത്യസന്ധനായിരിക്കും. അതേസമയം ഒരു ഭീരു നുണകൾക്കും വഞ്ചനയ്ക്കും പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നു. ബന്ധങ്ങൾ, സ്നേഹം, സൗഹൃദം ഇതൊക്കെ ഒരു നിമിഷത്തെ തെറ്റിദ്ധാരണ കൊണ്ട് നമുക്ക് നഷ്ടമായേക്കാം. അതിനാൽ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ധാരണ ശരിയോ തെറ്റോ എന്ന് ഉറപ്പുവരുത്തുക. ഏറ്റവും കൂടുതൽ ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്നത് തെറ്റുകൾ കൊണ്ടല്ല, മറിച്ച് തെറ്റിദ്ധാരണകൾ കൊണ്ടാണ്. നമ്മളെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു തളർത്താൻ ഒരുപാട് പേരുണ്ടാകും. അതിൽ നമ്മൾ തളരരുത്. മറ്റുള്ളവരെ നമ്മൾ വിശ്വസിക്കുന്നതിനേക്കാൾ നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കുക. തുറന്ന് സംസാരിക്കുന്നവരുടെ മനസ്സിൽ കള്ളമുണ്ടാവില്ല. അതുപോലെ മറ്റുള്ളവരുടെ മുന്നിൽ വിലയും ഉണ്ടാവില്ല.